T20 ലോകകപ്പ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഫെബ്രുവരി 7-ന് തുടങ്ങുന്ന ലോകകപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ എന്നാൽ സജീവമാകുന്നത് ഗ്രൗണ്ടിന് പുറത്തുള്ള ചില കളികളെ ചുറ്റിപ്പറ്റിയാണ്. ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ച ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനമാണ് പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിമരുന്നിട്ടത്. പാക് ഗവൺമെന്റ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. പാക് ഭരണകൂടവുമായി ചർച്ച ചെയ്ത് ഉടൻ ഒരു തീരുമാനം അറിയിക്കുമെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മുഹസിൻ നഖ്വി പിന്നീട് ആരാധകരെ അറിയിച്ചു. നേരത്തെ പാക് ക്രിക്കറ്റ് ടീം ലോകകപ്പ് തന്നെ ബഹിഷ്കരിക്കുമെന്ന് സൂചന നൽകിയിരുന്നുവെങ്കിലും ICC കണ്ണുരുട്ടിയതോടെ തീരുമാനം മാറ്റി പുതിയ തന്ത്രമെടുക്കുകയായിരുന്നു. ഏതായാലും ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന പാക് പ്രഖ്യാപനം വന്നതോടെ നിരാശരായിരിക്കുന്നത് ആരാധകരാണ്. ഏത് ടൂർണമെന്റ് ആയാലും ഫോർമാറ്റ് ആയാലും ഏറ്റവും വീറും വാശിയുമുള്ള മത്സരമാണ് എന്നും ഇന്ത്യ പാക് പോരാട്ടം. ലോകകപ്പുകളിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് പോരാട്ടങ്ങളുമാണ് ഇന്ത്യ പാക് മത്സരങ്ങൾ. ICC ഇവന്റുകളിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള മത്സരം. ICCക്ക് വലിയ വരുമാനങ്ങളാണ് ഈ മത്സരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അതിനാൽ തന്നെ ഇരു ടീമുകളെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ ICC പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട്. ടൂർണമെന്റിൽ കൂടുതൽ തവണ ഇരു ടീമുകളും മുഖാമുഖം വരാൻ വേണ്ടിയാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിനാൽ 14 വർഷമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ബൈലാറ്ററൽ സീരീസുകൾ നടന്നിട്ടില്ല. ഇതോടെ ഈ പോരാട്ടങ്ങൾ കാണാനുള്ള ഏക മാർഗം ICC ഇവന്റുകളായി മാറി. ഇക്കുറി പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരം ബഹിഷ്കരിക്കുന്നതോടെ ലോകകപ്പിൽ ഇന്ത്യ പാക് പോര് നടക്കില്ലേ എന്ന ആശങ്ക കൂടിയുണ്ട്. ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ടാൽ ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുമോ അതോ ഇനി അതും ബഹിഷ്കരിക്കപ്പെടുമോ എന്നതിൽ വ്യക്തതയില്ല. ഏതായാലും ബഹിഷ്കരണ ഭീഷണിയുമായി എത്തിയ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ക്രിക്കറ്റ് എക്കോസിസ്റ്റത്തെ തന്നെ ബാധിക്കുന്ന തീരുമാനമാണിതെന്നും PCB തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ICC പറഞ്ഞു. ഇതുമൂലമുണ്ടാകുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെ കരുതിയിരിക്കാൻ ICC മുന്നറിയിപ്പും നൽകുന്നുണ്ട്. T20 ലോകകപ്പ് വിജയകരമായി പൂർത്തിയാക്കണമെന്നാണ് ICC ആഗ്രഹിക്കുന്നത്. അത് PCB ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്തമായിരിക്കണം. എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പരസ്പര സ്വീകാര്യമായ ഒരു തീരുമാനത്തിലേക്ക് പാക് ക്രിക്കറ്റ് ബോർഡ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, ICC ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ കടുത്ത അച്ചടക്ക നടപടികളാണ് ICC സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാനെ പൂർണ്ണമായി വിലക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ICCയുടെ പരിഗണനയിലുള്ളത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് സാമ്പത്തികമായി വലിയ തിരിച്ചടികൾ ഉണ്ടാകും. ICCയിൽ നിന്ന് ലഭിക്കേണ്ട വാർഷിക വരുമാനമായ $34.5 ദശലക്ഷം, ഏതാണ്ട് 316 കോടിയോളം രൂപ തടഞ്ഞു വച്ചേക്കും. കൂടാതെ ഇന്ത്യ പാക് മത്സരം ഉപേക്ഷിച്ചാൽ സംപ്രേക്ഷണാവകാശമുള്ള ജിയോ സ്റ്റാർ കമ്പനിക്കുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം PCB നൽകേണ്ടി വരും. ഏകദേശം 200 കോടിയോളം രൂപയുടെ പരസ്യ നഷ്ടം ഈ ഒരൊറ്റ മത്സരം വഴി ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്രിക്കറ്റിൽ ഇന്ത്യ പാക് വിവാദങ്ങൾ പുത്തരിയല്ലെങ്കിലും പുതിയ വിവാദ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കിടെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അഥവാ BCCIയുടെ നിർദ്ദേശപ്രകാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്ന് ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കിയ ശേഷമാണ് പ്രതിസന്ധി ഉടലെടുത്തത്. KKR 9.20 കോടി രൂപക്കാണ് മുസ്തഫിസുറിനെ ടീമിലെടുത്തത്. ബംഗ്ലാദേശി താരത്തെ ടീമിലെടുത്തതിന് പിന്നാലെ ടീം ഉടമ ഷാറൂഖ് ഖാനെതിരെ വധഭീഷണി വരെ ഉണ്ടായി. അതിനുശേഷമാണ് BCCIയുടെ നിർദ്ദേശപ്രകാരം താരത്തെ KKR റിലീസ് ചെയ്യുന്നത്. തങ്ങളുടെ താരത്തെ IPL നിന്നും പുറത്താക്കിയതിൽ പ്രതികാര നടപടി എന്നോളം ബംഗ്ലാദേശ് തങ്ങളുടെ രാജ്യത്ത് IPL സംപ്രേക്ഷണം നിരോധിച്ചു. പിന്നാലെ കളിക്കാരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തുകയായിരുന്നു. വേദി ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും ഗ്രൂപ്പ് മാറ്റണമെന്നുമായിരുന്നു ബംഗ്ലാദേശിന്റെ ആവശ്യം. എന്നാൽ ബംഗ്ലാദേശിന്റെ ആവശ്യം ICC തള്ളി. ഇന്ത്യയിൽ കളിക്കാനാവുമെങ്കിൽ കളിച്ചാൽ മതി എന്നായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലപാട്. ബംഗ്ലാദേശിന് തീരുമാനം അറിയിക്കാൻ ICC 24 മണിക്കൂറിന്റെ ഡെഡ്ലൈനും നൽകി. ശേഷം ധാക്കയിൽ വെച്ച് ബംഗ്ലാദേശ് കോഡും BCB ഒഫീഷ്യലുകളും ചേർന്ന് അടിയന്തര യോഗം കൂടുന്നു. യോഗത്തിൽ ലോകകപ്പിന് ഇന്ത്യയിലേക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ബംഗ്ലാദേശ് തീരുമാനമെടുത്തു. അതിനിടയിൽ PCB ചെയർമാൻ മുഹസിൻ നഖ്വി ബംഗ്ലാദേശിന് ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നു.
പാകിസ്ഥാൻ T20 ലോകകപ്പിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യം പാക് ഭരണകൂടവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അറിയിക്കുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നഖ്വി ചർച്ച നടത്തി. ബോർഡിന്റെ തീരുമാനം ഉടൻ അറിയിക്കുമെന്നാണ് നഖ്വിയുടെ പ്രതികരണം. ലോകകപ്പിൽ ഇന്ത്യയുമായുള്ള ഗ്രൂപ്പ് മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാന്റെ തീരുമാനമായി. തീരുമാനം ഞങ്ങളുടേതല്ലെന്നും ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ലെന്നും പാക് നായകൻ സൽമാൻ ആഗയുടെ പ്രതികരണവും എത്തി. ഏതായാലും വലിയ ചർച്ചകളാണ് ഇത് ഉയർത്തിയിട്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും മുൻ താരങ്ങളും പരസ്പര പോർവിളിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാന് ചങ്കൂറ്റമുണ്ടോ എന്ന് ഹർഭജൻ വെല്ലുവിളിച്ചു. സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹം തള്ളിക്കളഞ്ഞ് വെറും അഹങ്കാരം കാണിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം 4 ദിവസത്തിനുള്ളിൽ തീരുമാനം മാറ്റി തിരിച്ചുവരുന്ന ശീലം പാക് ക്രിക്കറ്റർമാർക്കുണ്ടെന്നും അതുപോലെ ഈ ബഹിഷ്കരണ തീരുമാനവും അവർ ഉടൻ തിരിച്ചു വരുമെന്നുമാണ് സുനിൽ ഗവാസ്കർ പരിഹസിച്ചത്. ICC പൂർണ്ണമായും ഇന്ത്യയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങിയെന്നും ICCയെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്തെത്തിയത്. 2025 ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചത് സ്വന്തം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് ഇന്ത്യക്കെതിരെ നടപടിയെടുക്കാത്ത ICCക്ക് ഇപ്പോൾ പാകിസ്ഥാനെതിരെയും നടപടിയെടുക്കാൻ കഴിയില്ല. ഇത്തരമൊരു ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞാണ് മുൻ ICC ചെയർമാൻ ഇഹ്സാൻ മാനി രംഗത്തെത്തിയത്. രാഷ്ട്രീയം വാതിലുകൾ അടക്കുമ്പോൾ അവ തുറക്കാൻ ക്രിക്കറ്റിന് കഴിയുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നത് ഖേദകരമാണ്. എങ്കിലും എന്റെ സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ICC വെറും പ്രസ്താവനകൾ നടത്തുകയല്ല, മറിച്ച് തങ്ങൾ നിഷ്പക്ഷരും സ്വതന്ത്രരുമാണെന്ന് തീരുമാനങ്ങളിലൂടെ തെളിയിക്കേണ്ട സമയമാണിത്. മുൻ പാക് ക്യാപ്റ്റൻ അഫ്രീദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതിനിടയിൽ പാക് സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത മുൻ പാക് താരം ഡാനിഷ് കനേരിയ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് ഭയമാണെന്ന സന്ദേശമാണ് ലോകത്തിന് ഇത് നൽകുക എന്ന് അദ്ദേഹം വിമർശിച്ചു. സർക്കാരിന്റെ തീരുമാനം പാക് ക്രിക്കറ്റ് ടീമിന് തന്നെയാണ് ദോഷം ചെയ്യുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും നിലവിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിനായി ഇന്ത്യൻ ടീം കൊളംബോയിലേക്ക് തിരിക്കുമെന്നാണ് BCCI വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ICCയുടെ തീരുമാനം ഔദ്യോഗികമായി വരുന്നതുവരെ ലങ്കയിലേക്കുള്ള യാത്ര നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും. ICCയുടെ അന്ത്യശാസനം കേട്ട് പാകിസ്ഥാൻ ഈ ബഹിഷ്കരണത്തിൽ നിന്ന് എന്നത്തെയും പോലെ പിന്മാറുമോ? ബംഗ്ലാദേശിനെ പോലെ ഉറച്ച നിലപാടെടുക്കുമോ? കണ്ടറിയാം.